കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്തുള്ളത്. നിയമമാണെങ്കിലും വട്ടിയൂർക്കാവാണെങ്കിലും പാറശാലയാണെങ്കിലും എല്ലാം തന്നെ ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളാണ്. അതിൽ തന്നെ വട്ടിയൂർക്കാവിൽ ഇതുവരേക്കും സ്ഥാനാർത്ഥി നിർണയം ഒന്നും തന്നെ ആയിട്ടില്ല. പക്ഷേ അവിടെ കെ മുരളീധരന്റെ പേരിൽ അദ്ദേഹമാണ് സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്ലെക്സ് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ തന്നെയാണ്. കോൺഗ്രസിന്റെ ഒരു വികാരമാണ് ലീഡറുടെ മകനായിട്ടുള്ള കെ മുരളീധരൻ. എന്താണ് ചേട്ടൻ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, കെ മുരളീധരന് വേണ്ടി ഫ്ലക്സ് ഉയർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ മുരളീധരനോട് അത്ര കണ്ട് ആ മണ്ഡലത്തിൽ ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്നുള്ളതാണ്. കെ മുരളീധരനെ ഇഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കെ മുരളീധരനെ പൊതുവെ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്ന കെ സുധാകരനെ പോലെ ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവാണ്. ഇപ്പം ഒരു നേതാവ്, ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ സംസാരിക്കുമ്പോൾ, ഒരു കവലയിൽ സംസാരിക്കുമ്പോൾ സംസാരം കേൾക്കാനായി പൊതു സമൂഹം അല്ലെങ്കിൽ പൊതുജനം കൂടുക എന്ന് പറഞ്ഞാൽ ആ നേതാവിന് എത്രത്തോളം ആ പാർട്ടിയിൽ മെറിറ്റ് ഉണ്ട് എന്നുള്ളത് വെറുതെ അല്ല, ജനസമ്മതനാണ്, വെറുതെ അല്ല. അപ്പൊ നമ്മൾ അത് അദ്ദേഹത്തിന്റെ വട്ടിയൂർക്കാവിലെ ഇപ്പൊ ഫ്ലെക്സിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം തന്നെ ആയിരിക്കും വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥി. കാരണം ഞാൻ വട്ടിയൂർക്കാവ് തന്നെ താമസിക്കുന്ന എൻ്റെ മണ്ഡലം വട്ടിയൂർക്കാവ് എൻ്റെ സ്വന്തം മണ്ഡലമാണ്. എന്തുകൊണ്ട് മുരളീധരൻ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ രാഷ്ട്രീയം മറ്റൊന്നാണ്. പക്ഷെ എങ്കിലും മുരളീധരൻ മത്സരിക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ആവേശത്തോടെ പറയുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് ഒരല്പം ഒരു ചെറിയ ചരിത്രം എനിക്ക് പറയേണ്ടി വരും. അതായത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും ഈ പറയുന്ന പോലെ ഡിക്കിലേക്ക് പോകുന്നു, അവർ പാർട്ടി ഉണ്ടാക്കി മാറിപ്പോകുന്നു. അതൊരു ചരിത്രമാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ ബഹുമാനപ്പെട്ട കെ മുരളീധരൻ ശരിക്കും ഈ പാർട്ടിക്കകത്ത് ഇതിനേക്കാളും ഔന്നത്യത്തിൽ എത്തേണ്ട ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിന് കേന്ദ്രത്തിലെ നേതൃത്വവുമായി ഉണ്ടായ ഒരു അവരുടെ തമ്മിലുള്ള അകൽച്ചയുടെ, സോണിയാഗാന്ധി അല്ലെങ്കിൽ നെഹ്റു കുടുംബം അല്ലെങ്കിൽ ഗാന്ധി കുടുംബവുമായി ഉണ്ടായ അകൽച്ചയുടെ ഹൈക്കമാൻഡിനെ വെറുപ്പിച്ചു. അങ്ങനെ അദ്ദേഹം പാർട്ടി ഉണ്ടാക്കി. അതിലേക്ക് മകനും പോകേണ്ടി വന്നു. ചില പ്രമുഖ നേതാക്കളൊക്കെ തന്നെ, അതിൽ പോയവരൊക്കെ തന്നെ നല്ല പ്രമുഖരായ നേതാക്കളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അവരെയൊക്കെ പേരുകളും ഒക്കെ എൻ്റെ ഓർമ്മയിൽ തന്നെയുണ്ട്, ആരൊക്കെയാണ് പോയതെന്നൊക്കെ ഉള്ളത്. ശങ്കരൻ, പഴയ മന്ത്രി ശങ്കരൻ ഉൾപ്പെടെ പോയതാണ്. ഏതായാലും അതിനുശേഷം അദ്ദേഹം തിരിച്ച് കോൺഗ്രസിലേക്ക് വരുന്നു. പണ്ട് കളിയാക്കി പറയുമായിരുന്നു 25 വയസ്സ് കൊടുത്താൽ അംഗത്വം കിട്ടുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ പിതാവൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ നിന്നോട്ടെ. കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹം തിരിച്ചു വന്നത് ഒരു വേള വട്ടിയൂർക്കാവിൽ മത്സരിച്ചുകൊണ്ടാണ്. അപ്പോൾ പ്രശാന്ത്, ഞാൻ ഇത് പറയാൻ കാര്യം എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. കാര്യം എൻ്റെ വീട്ടിലെ എൻ്റെ രാഷ്ട്രീയം മറ്റൊന്നാണ്, എൻ്റെ വൈഫ് അവരുടെ രാഷ്ട്രീയം മറ്റൊന്നാണ്. ഏതായാലും അതിൽ നിന്ന് നമ്മൾ കൈകടത്താൻ പോകാറില്ല, ഒരിക്കലും കൈകടത്താൻ പോകാറില്ല. കുടുംബത്തിൽ 3 രാഷ്ട്രീയ ഉണ്ട്, പലരും ഉണ്ട്, BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം മത്സരിക്കുമ്പോൾ എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞത്, ഞാൻ ഇത്തവണ മുരളീധരന് വോട്ട് ചെയ്യും. ഞങ്ങൾക്ക് എന്ത് അല്ല, അദ്ദേഹം ഈ പറയുന്ന പോലെ പുറത്ത് നിന്നിട്ട് എന്നെ തിരിച്ചെടുക്കണം എന്ന് കോൺഗ്രസിലേക്ക് പറയുന്നത് ഞങ്ങൾ സ്ത്രീകൾക്കൊക്കെ അത് മനസ്സിൽ ഭയങ്കരമായിട്ട് കൊണ്ടിട്ടുണ്ട്. ഞങ്ങൾ സ്ത്രീകൾ എന്ന് പറയാം, അല്ല, എൻ്റെ ഓഫീസിലും എംപ്ലോയിയാണ് എൻ്റെ വൈഫ്, അവൾ ഒരു അക്കൗണ്ടൻ്റാണ്. അപ്പോൾ അവൾ ഈ പറയുന്ന പോലെ അവളുടെ ഓഫീസിലെ സ്ത്രീകളുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർക്കൊക്കെ മുരളീധരനെ എന്നെ തിരിച്ചെടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞ രംഗം അതത്ര കൊണ്ട് അവർക്ക്. അത് മാത്രമല്ല, മുരളീധരനെ വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. ഈ VK പ്രശാന്ത് എന്ന് പറയുന്ന നേതാവിനെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം കുറച്ച് ജനസമ്മതനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ മുരളീധരൻ്റെ ജനസമ്മതി എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്ത കുറേ പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ ഒന്ന്, അവിടെ NSSന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് NSS. പിന്നെ BJP കുറച്ചധികം വളർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ശ്രീലേഖ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ ശ്രീലേഖ IPS ഇപ്പം മത്സരിക്കുന്നുണ്ട്. BJPക്ക് ഒരു കാരണവശാലും അദ്ദേഹത്തിന് അത് ഏശാനുള്ള സാധ്യതയില്ല. കാര്യം മുരളീധരന് വേണ്ടി ഫ്ലക്സ് വെക്കുക എന്ന് പറഞ്ഞാൽ മുരളീധരന് വാം വെൽക്കം വട്ടിയൂർക്കാവിലേക്ക് എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു. പ്രശാന്ത്, ഇതിൽ ഒരു കാര്യം കൂടെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ നിയമസഭയിൽ ഉണ്ടാകേണ്ടത് CPM കൂടെ ഒരു ആവശ്യമാണ് എന്ന രീതിയിലാണ് പോകുന്നത്. കാര്യം CPM-നകത്തും മുരളീധരനോട് ഇഷ്ടമുള്ള നിഷ്പക്ഷരായ ആൾക്കാരുണ്ട്. പിന്നെ ആന്റി ഇൻകംബൻസി ഫാക്ടർ നിൽക്കുന്നത് കൊണ്ട് എന്തുകൊണ്ട് CPM-കാർ മുരളീധരനെ ഇഷ്ടപ്പെടുന്നു വെച്ചാൽ അദ്ദേഹം സംസാരിക്കുമ്പോഴൊക്കെ തന്നെ BJP-യെയും RSS-നെയും ഇത്ര കണ്ട് കടന്നാക്രമിക്കുന്ന മറ്റൊരു നേതാവ് കോൺഗ്രസ്. ആ നിലപാടിനെ നമുക്ക് അനുകൂലിക്കണം. കാര്യം അദ്ദേഹത്തിന്റെ ആ നിലപാട് എനിക്ക് വളരെ താല്പര്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം എന്തുകൊണ്ട് കോഴിക്കോട്, വടകരയിൽ അല്ലെങ്കിൽ കോഴിക്കോടായാലും വടകരയിൽ അദ്ദേഹം 2 വട്ടം MP ആയാണ്. വടകരയിൽ അദ്ദേഹം MP ആയിരുന്നു, കോഴിക്കോട് MP ആയിരുന്നു. എങ്ങനെയാണ് ന്യൂനപക്ഷത്തിന് അദ്ദേഹത്തിന് ഇഷ്ടമാണ്, അതൊരു പ്ലസ് പോയിന്റ് ആണ് അദ്ദേഹത്തിന്റെ. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം വട്ടിയൂർക്കാവിലേക്ക് വരുന്നത് പറയുമ്പോൾ ഒരു വേള വട്ടിയൂർക്കാവിൽ മത്സരിച്ച അദ്ദേഹത്തിനെ ഇവിടുന്ന് നേരെ എടുത്ത് എങ്ങോട്ടാക്കുകയാണ്, വടകര മത്സരിപ്പിക്കുന്നു, അവിടെ നിന്ന് എടുത്ത് തൃശ്ശൂരാക്കുന്നു, തൃശ്ശൂർ എടുത്ത് നേമത്താക്കുന്നു. അങ്ങനെ
വട്ടിയൂർക്കാവിൽ സേഫ് സോണിൽ നിന്ന് അദ്ദേഹത്തിനെ കൊണ്ടുപോയത് പാർട്ടിയാണ്. അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ സ്ത്രീകൾക്കാനും ഇപ്പൊ എൻ്റെ വീട്ടിലൊക്കെ അത് പറഞ്ഞു അദ്ദേഹം തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞ് സ്ത്രീകൾ വോട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു പറ്റം സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു മധ്യവർഗത്തിന്റെ നാടാണ് ഈ പറയുന്ന വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന കുറേ സർക്കാർ ഉദ്യോഗസ്ഥര്, അവർ ഈ പറയുന്ന പോലെ റിട്ടയർ ചെയ്ത ആൾക്കാർ, പിന്നെ പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ. അപ്പോൾ അവരെല്ലാം തന്നെ മധ്യവർഗത്തിന്റെ ഒരു ഇതാകുമ്പോഴത്തേക്ക് ഈ മറ്റാൾക്കാരുടെ ഇടയിലും മധ്യവർഗത്തിന് പുറമെ നിന്നുള്ള മറ്റാൾക്കാരുടെയും കോൺഗ്രസ്സിൽ പ്രത്യേകിച്ച് കെ മുരളീധരന് വളരെ അപ്പോഴും എൻ്റെ ഒരു സംശയം ഇതാണ്. കാരണം ഹിന്ദു വർഗീയത അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന BJP വോട്ട് പിടിക്കാണ്ട് ഇറങ്ങുന്നത്. ഏറ്റവും കൂടുതൽ ഒരു നായർ സമുദായത്തിന്റെ അല്ലെങ്കിൽ നായർ സമുദായത്തിന്റെ വളരെയധികം വേരോട്ടമുള്ള NSSന് വളരെയധികം വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് ഈ വട്ടിയൂർക്കാവ്, നേമം, ഈ പറയുന്ന ഏരിയ. നമ്മൾ വട്ടിയൂർക്കാവിലെ കഥയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അത് കെ മുരളീധരന് ഒരു മൈലേജ് കുറയ്ക്കാനായി ഇല്ല. അതായത് NSSന്റെ ഒരു വിഭാഗം വോട്ട് ഇപ്പൊ അദ്ദേഹം മാരാറാണ്, ഈ പറയുന്ന മാരാർ കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ്. പക്ഷെ അതൊന്നും വിഷയമൊന്നുമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊന്നും അവിടെ യേശുന്ന അദ്ദേഹത്തിന് എതിരായി വരുന്ന ഒരു സംഭവമൊന്നുമല്ല. കെ മുരളീധരന്റെ ജനപ്രിയത എന്ന് പറഞ്ഞാൽ അദ്ദേഹം മണ്ഡലത്തിൽ നിറഞ്ഞിരുന്ന ഒരാളാണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ വടകരയിൽ നിന്ന് തൃശ്ശൂർ പോയി തോറ്റിട്ട് അദ്ദേഹം തിരിച്ച് ഇവിടെ വന്നല്ലോ, വട്ടിയൂർക്കാവ് വന്നല്ലോ. വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി വട്ടിയൂർക്കാവ് വിട്ട് പോകില്ല എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും ഒരു ഇന്റിമസി ആ മണ്ഡലവുമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം വീട് വാടകയ്ക്ക് എടുക്കുന്നു, അവിടെ തന്നെ അദ്ദേഹം താമസിക്കുന്നു, പ്രവർത്തനങ്ങൾ നടത്തുന്നു. അപ്പോൾ ആകെയുള്ളൊരു വെല്ലുവിളി ഈ പറയുന്ന രീതിയിൽ ഈ ശ്രീലേഖ മത്സരിക്കുമ്പോൾ കുറച്ച് വോട്ട് പോകുമോ എന്നുള്ളതും, സിറ്റിംഗ് MLA ശ്രീലേഖയൊന്നും ഒരു എന്താ പറയുന്ന അവർക്കൊക്കെ ഒരു പൊട്ടൻഷ്യൽ. പക്ഷെ BJP വോട്ട് എൻ ബ്ലോക്കായിട്ട് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് കുറച്ച് ഫ്ലോട്ടിംഗ് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകൾ അദ്ദേഹത്തിന് വരുമോ എന്നുള്ള കാര്യം സംശയമുണ്ട് BJPയുടെ. എങ്കിലും ജനപ്രിയതയിൽ ഇപ്പൊ വിശ്വസിക്കുന്നത് സഭയിൽ പ്രശാന്ത് 2 തവണ ജയിച്ചല്ലോ, 2 തവണ MLA ആളാണല്ലോ, താരതമ്യേന ജൂനിയറുമാണ്, CPM പാർട്ടിയിലെ ജൂനിയറുമാണ്. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരാള് മുരളീധരനെ തോൽപ്പിക്കുന്നതിനോട് പാർട്ടിയിൽ തന്നെ CPM-നകത്ത് ഈ അഭ്യുതകാംക്ഷികളാണ് വോട്ട് കൃത്യമായിട്ട് കൊടുക്കുന്നത്. അഭ്യുതകാംക്ഷികൾ എന്ന് പറഞ്ഞാൽ പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാതെ ഉള്ളവർ, അവർ ചിലപ്പോൾ വോട്ട് കൊടുക്കുമായിരിക്കും. പക്ഷെ പാർട്ടിക്കകത്ത് ആന്റി ഇൻകംബൻസിയിൽ ചിലപ്പോൾ അടിയൊഴുക്കുകൾ മുരളീധരനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഞാൻ അവിടെ കേട്ടിട്ടുള്ളത്. എൻ്റെ ചില സൗഹൃദങ്ങളിൽ എനിക്കറിയാൻ കഴിഞ്ഞത് മുരളീധരൻ സഭയിൽ ഉണ്ടാകണമെന്ന് CPM-ലെ ചില ഏരിയ കമ്മിറ്റികൾ, അതായത് അവിടെ തന്നെയുള്ള ചില ഏരിയ കമ്മിറ്റികളോ അല്ലെങ്കിൽ അവിടെ തന്നെയുള്ള ചില സാധാരണ നേതാക്കൾക്കൊക്കെ ആഗ്രഹമുണ്ട്. മുരളീധരൻ വളരെ ഒരു വൈബ്രൻ്റായ ഒരു നേതാവാണ്. കാര്യം നമുക്കൊരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാർട്ടി എന്നോ ഏത് രാഷ്ട്രീയമെന്നോ ഈ മുരട്ടുവാദ രാഷ്ട്രീയം അദ്ദേഹത്തിന് ഇല്ല. എന്തായാലും തിരിച്ചടികളിൽ നിന്ന് തിരിച്ച് നടന്നു കയറുക എന്നുള്ളത് മുരളീധരനും വളരെ നിർണായകമായിട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മുരളീധരൻ വട്ടിയൂർക്കാവ് മത്സരിക്കും. അതെ, ഞാൻ പറയുന്നത് സാഹചര്യത്തിൽ വട്ടിയൂർക്കാവ് അദ്ദേഹം വിജയിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസിന്റെ മാത്രമല്ല, CPM-ന്റെയും മാത്രമല്ല, കേരളത്തിൽ ലീഡർ എന്ന് പറയുന്ന കെ കരുണാകരനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹത്തിന്റെ ഒരു തനിപ്പകർപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകനാണ്. ആ മകന്റെ തിരിച്ചുവരവ് തീർച്ചയായും കേരളം ആഗ്രഹിക്കുന്നുണ്ട്. അത് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വട്ടിയൂർക്കാവ് അദ്ദേഹം ജയിക്കട്ടെ.